Revisional problem 9, page 190. Following is the P&L account of Mr. Rao for the year ended 31st March 2020. റാവു എന്ന് പറഞ്ഞ ബിസിനസ്സുകാരൻ്റെ P&L അക്കൗണ്ട് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്തുണ്ട്? P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ഉണ്ട്. ഓരോ ഐറ്റം എടുത്തിട്ട് നോക്കുക, അലൗഡ് ആണോ ഡിസലൗഡ് ആണോ നോക്കാം. റെൻറ്റ് അലൗഡ്, salaries allowed, general expense, contribution to PF ഒന്നും പറഞ്ഞിട്ടില്ല, allowed ആണോ? അയ്യോ, allowed കൂട്ടുകയാണോ ചെയ്യുക? അല്ല, P&L അക്കൗണ്ട് ആണ് തന്നിരിക്കുന്നത്. അതിൽ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഡെബിറ്റ് ഐറ്റംസും ക്രെഡിറ്റ് ഐറ്റംസും നോക്കുക. ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസ്, ഡിസലൗഡ് എക്സ്പെൻസ് ആഡ് ചെയ്യുക, ഇൻഅഡ്മിസിബിൾ ഇൻകം കുറയ്ക്കുക, അലൗഡ് എക്സ്പെൻസ് ലെസ് ചെയ്യുക, അലൗഡ് ഇൻകം ആഡ് ചെയ്യുക. ആ ട്രീറ്റ്മെൻറ്റ് അവിടെ വേണ്ടത്. അപ്പോൾ റെൻറ്റും സാലറിയും ജനറൽ എക്സ്പെൻസും ഒക്കെ എന്താണ്? ബിസിനസ്സിൻ്റെതായ എക്സ്പെൻസാ. എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണോ? ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട, അതിൻ്റെ നേരെ ഒന്നും എഴുതണ്ട നിങ്ങൾ കേട്ടോ. ഇപ്പോൾ കോൺട്രിബ്യൂഷൻ ടു PF കണ്ടു. അഡ്വർടൈസ്മെൻറ്റ് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുക? ബിസിനസ്സിൻ്റെ ആവശ്യത്തിനുള്ള അഡ്വർടൈസ്മെൻ്റ് ആണ്, ഒന്നും വേണ്ടെന്ന് നമ്മൾ വിചാരിക്കുക. ലീഗൽ എക്സ്പെൻസ് അലൗഡ് എക്സ്പെൻസ് ആണ്, ബിസിനസ്സിൻ്റെ ചിലവാണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെൽത്ത് ടാക്സ് എന്താണ്? നോട്ട് അലൗഡ്. എന്താ പറയുന്നത്? ഡിസ്അലൗഡ് എക്സ്പെൻസ് ആണ്, നമുക്ക് ട്രീറ്റ്മെൻറ്റ് വേണം. എന്താ നമ്മൾ ചെയ്യേണ്ടത്? മൈനസ് ചെയ്യാണോ ചെയ്യുക? എല്ലാ ഡിസ്അലൗഡ് എക്സ്പെൻസും ആഡ് ചെയ്യുക. അപ്പോൾ വെൽത്ത് ടാക്സിന് നേരെ നിങ്ങൾ എഴുതിയേ ഡിസ്അലൗഡ് എഴുതുക, പ്ലസ് ചിഹ്നട്ടയ്ക്കുക. സെയിൽസ് ടാക്സ് അലൗഡ് ആണ്, ഒന്നും ചെയ്യണ്ട. ടെലിഫോൺ എക്സ്പെൻസ് അലൗഡ്, ഒന്നും ചെയ്യണ്ട. ഗ്രാറ്റുവിറ്റി പെയ്ഡ്, ഗ്രാറ്റുവിറ്റി അല്ല. എന്ത്? അല്ല, ഗ്രാറ്റുവിറ്റി കൊടുക്കണ്ടേ ജോലിക്കാർക്ക്? ആ, അപ്പോൾ അത് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആണ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ഡിസലൗഡ് ആണ്, പ്ലസ് ചിഹ്നട്ടയ്ക്കുക. അഡ്വാൻസ് ഇൻകം ടാക്സ് ഡിസലൗഡ് ആണ്, പ്ലസ് ചിഹ്നട്ടയ്ക്കുക. വെറും ഇൻകം ടാക്സും അഡ്വാൻസ് ഇൻകം ടാക്സും ഇൻകം ടാക്സ് റീഫണ്ടും ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഡിപ്രീസിയേഷൻ അയ്യോ, ഡിപ്രീസിയേഷൻ അലൗഡ് അല്ലേ? നമ്മുടെ ബിസിനസ്സിന് അസറ്റിനൊക്കെ ഡിപ്രീസിയേഷൻ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. റവന്യൂ നേച്ചറാണ്, അത് അലൗ ചെയ്യാൻ പറ്റും. ഓഫീസ് എക്സ്പെൻസ് അലൗഡ്. മെഡിക്കൽ മുനിസിപ്പൽ ടാക്സസ് ഓൺ ഹൗസ് ലെറ്റ് ഔട്ട് ഡിസലൗഡ്. കാരണം എന്താ? നമ്മുടെ സ്വന്തം വീട്, വാടകയ്ക്ക് കൊടുത്ത വീടിൻ്റെ മുനിസിപ്പൽ ടാക്സ് ബിസിനസ്സിൻ്റെ ചിലവല്ല, ഡിസലൗഡ് ആണ്, പ്ലസ് ചിഹ്നട്ടേക്കുക. ക്രെഡിറ്റ് സൈഡ് ഗ്രോസ് പ്രോഫിറ്റ്, ഒന്നും ചെയ്യണ്ട. ഡിവിഡൻഡ് ഡിസലൗഡ് ഇൻകം ആണ്, അപ്പോൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം, മൈനസ് ചിഹ്നട്ടേക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസലൗഡ് ആണ്, മൈനസ് ചിഹ്നട്ടേക്കുക. കമ്മീഷൻ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ചിലപ്പോൾ കമ്മീഷൻ കൊടുക്കും, മേടിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും, അത് ബിസിനസ്സിൻ്റെ ചിലവാണ്. ഇതിവിടെ ഇൻകം ആണ്, ക്രെഡിറ്റ് സൈഡ് ആയ കാരണം അപ്പോൾ ബിസിനസ്സിൻ്റെ ആണ്, ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട. റെൻറ്റ് ഓഫ് ബിൽഡിംഗ് ഇവിടെ എന്താ കാരണം എന്നറിയോ? വെറും ഈ റെൻറ്റ് കിട്ടുക എന്ന് പറയുന്നത്, നേരത്തെ ഒരു കാര്യം പറയുന്നത് ഹൗസ് ലെറ്റ് ഔട്ട് എന്ന് പറയുന്നുണ്ട്. ആ ഹൗസ് ലെറ്റ് ഔട്ടിന് കിട്ടണ റെൻ്റാണത്. വാടകയ്ക്ക് കൊടുത്ത വീടിന് കിട്ടണ ഇൻകം ബിസിനസ്സിന് ഇൻകം ആണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് ഡിസലൗഡ് ആണ്, മൈനസ് ചിഹ്നട്ടയ്ക്കുക. ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ പ്രത്യേകം പറയുന്നത് അലൗഡ് ഏർലിയർ. അപ്പോൾ നമുക്ക് ധൈര്യമായി എന്താ അതിൻ്റെ അർത്ഥം? ബാഡ് ഡെറ്റ്സ് മുമ്പ് നമ്മൾ അലൗ ചെയ്തിട്ടുള്ള ബാഡ് ഡെറ്റ്സ് ഇപ്പം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇൻകമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വേണോ? വേണ്ട, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ട, ഒന്നും ചെയ്യണ്ട, അലൗഡ് ഇൻകം ആണ്. അപ്പോൾ അത്രയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത് മനസ്സിലായി. ഇനി നമ്മൾ അഡീഷണൽ ഇൻഫോർമേഷനിലേക്ക് പോകണം. അവിടെ ഒരുപാട് കാര്യം തന്നിട്ടുണ്ട്, അതൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ. ഒന്നാമത്തെ ഡിപ്രീസിയേഷൻ അലൗബിൾ ഈസ് 40,000. നമ്മൾ എത്ര കാണിച്ചേക്കണം നോക്കിയേ? നമ്മൾ 38,000 കാണിച്ചിട്ടുണ്ട്. 40,000 കാണിക്കേണ്ട സ്ഥലത്ത് നമ്മൾ 38,000 കാണിച്ചിട്ടുണ്ട്. 2,000 നമ്മൾ കാണിച്ചിട്ടില്ല. ആ 2,000 കാണിക്കണം. കാണിക്കുമ്പോൾ കൂട്ടുകയാണോ വേണ്ടത്, കുറയ്ക്കുകയാണോ വേണ്ടത്? എന്താ വേണ്ടത്? 2,000 രൂപയും കൂടി ആ P&L അക്കൗണ്ടിൽ വരേണ്ട ഐറ്റമായിരുന്നു ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ നമ്മുടെ ഇൻകം കൂടുക ചെയ്യേണ്ടത് നീ അലോബിൾ ആണ്. ആ 2000 രൂപ എന്താ ചെയ്യേണ്ടതെന്ന ചോദ്യം. 2000 എന്ത് ചെയ്യണം? കൂട്ടണോ കുറയ്ക്കണോ? കുറയ്ക്കല്ലേ. എങ്ങനെ കൂട്ടുക എൻ്റെ അലീനെ? 38,000 രൂപ ഡിപ്രീസിയേഷൻ P&L അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ട്. അലവബിൾ പറയുന്നത് 40,000. 40,000 കാണിക്കേണ്ട സ്ഥലത്ത് 38,000 കുറച്ചിട്ടുള്ളൂ അല്ലേ? 2,000 കൂടി ഡിപ്രീസിയേഷൻ ആ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിച്ചാൽ നമ്മുടെ പ്രോഫിറ്റ് കൂടുക കുറയുക ചെയ്യുക. ഡെബിറ്റ് സൈഡിൽ എന്തൊരു ഐറ്റം എഴുതി കഴിഞ്ഞാൽ പ്രോഫിറ്റ് കുറയല്ലേ ചെയ്യുക. അപ്പം അതുകൊണ്ട് 2,000 ലെസ്. വെറും 2,000 ലെസ് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഇവരിവിടെ എന്തൊക്കെ ചെയ്തേക്കണത്? 2,000. ഇവരെന്ത് ചെയ്തു വെച്ചാൽ 38,000 കൂട്ടി 40,000 കുറച്ചു. നിങ്ങൾ അതൊന്നും ചെയ്യണ്ട. വെറും 2,000 രൂപ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുക. മനസ്സിലായില്ലേ ട്രീറ്റ്മെന്റ്? അടുത്തത് 50% വേണ്ട. നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ വെറും അലവബിൾ ഡിപ്രീസിയേഷൻ 2,000 പറഞ്ഞിട്ട് ലെസ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ പ്രോബ്ലം ചെയ്ത പോലെ ചെയ്യണ്ട. വെറും ഡിപ്രീസിയേഷൻ അലവബിൾ എന്ന് പറഞ്ഞിട്ട് 2,000 രൂപ ലെസ് ചെയ്താൽ മതി കേട്ടാ. അടുത്ത ഐറ്റം 50% ഓഫ് ബിസിനസ് പ്രെമിസസ് ഈസ് യൂസ്ഡ് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 50% ഈ ബിസിനസ് പ്രെമിസസ്, ഈ ബിസിനസ് നിൽക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, അതിൻ്റെ 50% ഇയാൾ വാടക എന്തിനാ ഉപയോഗിക്കണം? റെസിഡൻഷ്യൽ. അയാൾ സ്വന്തമായിട്ട് താമസിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു ഐറ്റത്തിനെ ബാധിക്കുന്ന ഒരു കാര്യം അത് ഏത് ഐറ്റമാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? റെൻറ്റ്. വെരി ഗുഡ്. റെൻറ്റ്. എന്താണ്ടായത്? റെൻറ്റ് നമുക്ക് 42,000 രൂപ ചിലവായിട്ടുണ്ട്. എക്സ്പെൻസാണ്. ആ 42,000-ലെ പകുതി എന്തിനു വേണ്ടിയിട്ട് ചിലവായിട്ടുള്ള? പേഴ്സണൽ പർപ്പസിന് ചിലവായിട്ടുള്ള. അപ്പോൾ 42,000-ൻ്റെ പകുതി നമ്മൾ എന്ത് ചെയ്യണം? 21,000 ആഡ് ചെയ്യണം. ഡിസ്അലൗഡ് എക്സ്പെൻസ് ആണ് റെൻറ്റ്. ഓക്കെ, ശ്രദ്ധിക്കണം. ഈ റെൻറ്റ് നമ്മുടെ സെൽഫ് ഒക്യുപ്പേഷൻ അല്ലെങ്കിൽ റെസിഡൻസ്, വീട്ടാവശ്യത്തിന് ഉപയോഗിച്ചിട്ടുള്ള റെൻറ്റിൻ്റെ പകുതി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതായത് 42,000 അവിടെ കാണിക്കാൻ പാടില്ലായിരുന്നു, അവിടെ 21,000 കാണിക്കാൻ പാടുള്ളൂ. അപ്പം നമ്മുടെ നെറ്റ് പ്രോഫിറ്റിനെ കൂട്ടണ ഐറ്റാണ് അത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആഡ് റെൻറ്റ് 50% 21,000 ചെയ്തു. അടുത്ത ഐറ്റം ലീഗൽ എക്സ്പെൻസ് ആർ ഇൻകേർഡ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് ബിസിനസ് അസറ്റ്. ഈ ലീഗൽ എക്സ്പെൻസ് കൊണ്ട് കുറച്ച് ചിലവ് ഇവിടെ വന്നിട്ടുണ്ട്. എത്രയാ? 15,000 രൂപ. ആ 15,000 രൂപ വന്നേക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ എന്തെങ്കിലും വക്കാലത്തിന് വേണ്ടി വന്നിട്ടുള്ള ചിലവല്ല അത്. ഒരു ലോ നിയമം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പെറ്റീഷൻ കൊടുക്കുക, കേസിൻ്റെയോ സ്യൂട്ടിൻ്റെയോ ഒന്നും എക്സ്പെൻസ് അല്ല. ബിസിനസ് അസറ്റിൻ്റെ രജിസ്ട്രേഷൻ വന്നിട്ടുള്ള കാശാണ്. അതുകൊണ്ട് അത് എന്ത് നേച്ചറാ? ക്യാപിറ്റൽ നേച്ചറാണ്. ക്യാപിറ്റൽ നേച്ചർ ആയതുകൊണ്ട് ഡിസ്അലൗഡ് എക്സ്പെൻസ് ആണ്. ഡിസ്അലൗഡ് എക്സ്പെൻസ് ആയ എന്ത് ചെയ്യണം? നമ്മൾ ലീഗൽ എക്സ്പെൻസിൻ്റെ 15,000 രൂപയും നമ്മൾ ആഡ് ചെയ്യണം. ഡിസ്അലൗഡ് എക്സ്പെൻസ് മനസ്സിലായില്ലേ? ലീഗൽ എക്സ്പെൻസ് ക്യാപിറ്റൽ നേച്ചർ ആയ കാരണം ഡിസ്അലൗ ചെയ്തു. ഇതിപ്പോൾ ഈ അഡീഷണൽ ഇൻഫോർമേഷനിൽ ലീഗൽ എക്സ്പെൻസിനെ പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്കത് ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് എടുക്കാം. പറഞ്ഞതുകൊണ്ട് മാത്രം ആഡ് ചെയ്യണം. അടുത്തത് ജനറൽ എക്സ്പെൻസ് ഇൻക്ലൂഡ് 10,000 ഡൊണേഷൻ ടുവേർഡ്സ് അപ്രൂവ്ഡ് ഫണ്ട്. ഡൊണേഷൻ കൊടുക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അപ്പോൾ P&L അക്കൗണ്ടിൽ ജനറൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് 20,000 രൂപ കാണിച്ചിട്ടുണ്ട്. ആ 20,000 രൂപയിൽ 10,000 രൂപ എന്താണ്? ഡൊണേഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഅഡ്മിസിബിൾ അല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ടില്ലേ? നമ്മൾ ഡൊണേഷൻ ടു എൻ അപ്രൂവ്ഡ് ഫണ്ടാണ്. നമുക്ക് എന്തായാലും അത് ആഡ് ചെയ്യാം കേട്ടോ. ഇവർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നോക്കണ്ട. എന്ത് ഡൊണേഷൻ ടു എൻ അപ്രൂവ്ഡ് ഫണ്ടാണ്. ഇപ്പം നമുക്കത് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ടുണ്ടാ? ഓയോ ആഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണാണ്ടാ. ജനറൽ എക്സ്പെൻസിൽ ഒരു ഡൊണേഷനും ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ അല്ലാത്തവർക്കായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമുക്കത് അലൗ ചെയ്യാൻ പറ്റില്ല. 10,000 ആഡ് ചെയ്യുക. ഡിസ്അലൗഡ് എക്സ്പെൻസ് ആണ്. ഇനി അഡ്വർടൈസ്മെൻറ്റ് വാസ് പെയ്ഡ് ഫുള്ളി ഇൻ ക്യാഷ്. എത്ര രൂപയാ? 25,000 രൂപ ക്യാഷായി കൊടുത്തു. പറ്റുമോ? ഇല്ല. ഡിസ്അലൗഡ് അഡ്വർടൈസ്മെൻറ്റ് 25,000 ആഡ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു?
നമ്മുടെ പ്രോബ്ലം ചെയ്തു. ഈ അഡ്ജസ്റ്റ്മെൻറ്റുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വർക്കിംഗ് നോട്ടായിട്ട് പ്രോബ്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുതി വെക്കുക, നോട്ട് എന്ന് പറഞ്ഞിട്ട് ഓരോത്തിൻ്റെ കാരണങ്ങൾ. ഇപ്പോൾ ലീഗൽ എക്സ്പെൻസ് ഹൈഫൺ ക്യാപിറ്റൽ നേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ട് എഴുതുക. അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം കഴിഞ്ഞു.